22ാമത് ബാംബു ഫെസ്റ്റിന് കലൂർ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ തുടക്കമായി. പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾക്കായി വിവിധ പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് മന്ത്രി പി രാജീവ് മേള ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. പൊതുജനങ്ങൾക്ക് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ രീതികൾ നേരിട്ട് മനസ്സിലാക്കാനും കലാകാരന്മാരോട് ആശയവിനിമയം നടത്താനും വിപണന സാധ്യത പ്രയോജനപ്പെടുത്താനും മേളയിൽ അവസരമുണ്ട്. കേരളത്തിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമായി 300ഓളം കരകൗശല തൊഴിലാളികളും മുള അനുബന്ധ തൊഴിലാളികളും ഇത്തവണ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. മുള ഈറ്റ തൊഴിലാളികളുടെ സംഗമം ഫെസ്റ്റിന്റെ ഭാഗമായി ജനുവരി 1 സംഘടിപ്പിക്കും. കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും നിന്നുള്ള കലാകാരന്മാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആർട്ടിസാൻസ് ഉണ്ട്. വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളാണ് എത്തിയിട്ടുള്ളത്. നിങ്ങളിപ്പോഴത്തെ പ്രൊഡക്റ്റുകൾ കാണുകയാണെങ്കിൽ നേരത്തെ ഉള്ളതിനേക്കാളും ഏറെ ആകർഷകമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളാണ് ബാംബുവിൽ നിന്ന് സൃഷ്ടിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനം ഗവൺമെൻറ് തന്നെ നാഷണൽ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്ന് ആർട്ടിസാൻസിന് പരിശീലനം നൽകുന്നുണ്ട്. ആ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് ഉൽപ്പന്നങ്ങളാണ് ഇപ്പോൾ വിപണിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി തന്നെ കരകൗശല മേഖലയിൽ പ്രവർത്തിക്കുന്ന ബാംബു മേഖലയിലുള്ള മുള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാവരുടെയും ഒരു വിപുലമായ സംഗമം കൂടി ഇത്തവണ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ കൂടുതൽ ട്രെയിനിങ് സാധാരണ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പരമ്പരാഗത തൊഴിലാളികൾക്ക് നൽകാനും ഇപ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്.